അതിരപ്പള്ളിയിൽ മുറിവേറ്റ ആനയ്ക്ക് വനംവകുപ്പ് ചികിത്സ നൽകി വിട്ടയച്ചു. എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിലെ ഉദ്യോഗസ്ഥർ ചേർന്നാണ് ദൗത്യം പൂർത്തിയാക്കിയത്. ആനയെ വരും ദിവസങ്ങളിൽ നിരീക്ഷിക്കുമെന്ന് ആനച്ചാൽ DFO പറഞ്ഞു. ആനയ്ക്ക് പല വിധത്തിലും മരുന്നുകൾ കൊടുക്കാൻ ശ്രമിച്ചെങ്കിലും ആന അതിനോട് പ്രതികരിക്കാത്തതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വിവരം വനം വകുപ്പിലെ മേലധികാരികളെ അറിയിക്കുകയും തുടർന്ന് ചികിത്സ ലഭ്യമാക്കിയതിന് ശേഷം ആനയെ കാട്ടിലേക്ക് റിലീസ് ചെയ്തിട്ടുള്ളതുമാണ്. സുരജ് സജിയാണ് ചേരുന്നത് വിവരങ്ങളുമായി. സുരജ്, ആനയെ കാട്ടിലേക്ക് തന്നെ വിടുമ്പോഴും നമുക്കറിയാം നല്ല പരുക്കുണ്ട്, ആ മുറിവിൽ മരുന്ന് ഒക്കെ കെട്ടിയിട്ടുണ്ടെങ്കിലും കൃത്യമായ നിരീക്ഷണം വേണം. മുൻകാലത്തെ ചില അനുഭവങ്ങളും ഉണ്ടല്ലോ, അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണോ ആനയെ നിരീക്ഷിക്കുമെന്ന് DFO ഇപ്പോൾ അറിയിക്കുന്നത്? സ്മിത, എന്തായാലും ആനയുടെ പരിക്ക് കാര്യമായുള്ളതാണ് എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തൽ. എന്തായാലും ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി ഇപ്പോൾ ഈ മുറിവിലെ പഴുപ്പടക്കം നീക്കം ചെയ്ത ആനയ്ക്കിപ്പോൾ ചികിത്സ നൽകി കാട്ടിലേക്ക് മടക്കി അയച്ചിട്ടുണ്ട്. പക്ഷേ ആനയുടെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്കയുള്ളത് കൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും ഈ നിരീക്ഷണം തുടരാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഈ അതിരപ്പള്ളി മേഖലയിൽ പരിക്കേറ്റ നിലയിൽ ഈ ആനയെ കണ്ടെത്തുന്നത്. പിന്നീട് വനംവകുപ്പ് നിരീക്ഷണം നടത്തി. അതിനുശേഷം ഇന്ന് രാവിലെ ആനയെ പിടികൂടി ചികിത്സിക്കാനുള്ള ഒരു ദൗത്യത്തിലേക്ക് കടക്കുകയായിരുന്നു. ഏകദേശം ഒരു 11 മണിയോടുകൂടിയാണ് ആനയെ മയക്കുവെടി വെച്ച് എന്തായാലും ചികിത്സ നൽകിയിരിക്കുന്നത്. ആന ഇപ്പോൾ കാട്ടിലേക്ക് കയറ്റിവിടുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെയുള്ള നിരീക്ഷണവും ഇപ്പോൾ ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. സ്മിത, സുരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.